ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കുമെന്ന വ്യക്തമായ സൂചന പ്രഖ്യാപിച്ച് ഇസ്രയേൽ. ആയത്തുള്ള അലി ഖൊമൈനിയുടെ അവസാനം അടുത്തിരിക്കുന്നുവെന്നും സദ്ദാം ഹുസൈന്റെ അവസാനം പോലെ അതുണ്ടാകുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ്. ഇറാൻ യുദ്ധത്തിൽ ഒരു പൂർണ്ണ അന്ത്യമുണ്ടാകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവശേഷിയും മറ്റും പരിപൂർണമായി നശിപ്പിച്ച് പരിപൂർണ യുദ്ധവിരാമം ആകണം വേണ്ടതെന്നും ട്രംപ്. റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ വിരുദ്ധരെയും ഇറാന്റെ അനുകൂലികളെയും ശരിക്കും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം. ആയത്തുള്ള അലി ഖൊമേനിയുടെ ജീവന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വധിക്കും എന്ന രീതിയിലുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. സ്ഥാനഭ്രഷ്ടനാക്കുകയും ഉടൻ തന്നെ വിചാരണയ്ക്ക് ശേഷം തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ്റെ അതേ വിധി ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിക്ക് നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ ഒരു ഭീഷണിയാണ് ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം. ഇറാനെതിരെ മുമ്പും ഇറാനിലെ നേതാക്കളെ ഒന്നൊന്നായി വധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ തലമുതിർന്ന നേതാക്കളെ എല്ലാം ഇസ്രായേൽ മുമ്പ് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം വധിച്ചിരുന്നു. ആയത്തുള്ള അലി ഖൊമേനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല. അതിൻ്റെ വലിയ ഒരു സ്കെച്ചും പ്ലാനും തന്നെ ഇസ്രായേൽ തയ്യാറാക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയ സൂചനകളാണ് ഇപ്പോൾ ഈ പ്രസ്താവനകളിൽ നിന്ന് വരുന്നത്. ഇറാനിൽ കയറി അനേകം ഓപ്പറേഷനുകൾ നടത്തിയ ഇസ്രായേലിന് ആയത്തുള്ള അലി ഖൊമേനിയുടെ ജീവൻ അപകടത്തിലാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിരവധി മുമ്പോട്ട് നോക്കിയാൽ ഉണ്ടാകും. മുമ്പ് ഇറാനിൽ കയറി ഹമാസിന്റെ തലവനെ വധിച്ചത് 2024 ജൂലൈ 31-നാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയെ അന്ന് അദ്ദേഹത്തിന്റെ സ്വകാര്യ അംഗരക്ഷകനോടൊപ്പം ഹോട്ടലിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വസതിയിൽ വെച്ചായിരുന്നു അന്ന് വധിച്ചത്. അന്ന് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രസിഡന്റിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഇസ്മയിൽ ഹനിയ. ഇത്തരത്തിൽ അന്ന് ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ പെടുത്തിയതുപോലും ഇസ്രായേൽ ആണ് എന്നുള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങളും പിന്നീട് വന്ന് വളരെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു അന്ന് ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചത്. ആ ശവസംസ്കാരത്തിന് എത്തിയപ്പോഴായിരുന്നു വളരെ പ്ലാൻ ചെയ്ത് ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹനിയെ വധിച്ചത്. അന്ന് ഇസ്മയിൽ ഹനിയ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഇറാന്റെ സൈനിക ക്യാമ്പിനുള്ളിലെ ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലിൽ താമസിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരും ചീഫുമാരുമായിരുന്നു. അതിലെ ഒരു മുറിയിൽ ബോംബ് ഫിറ്റ് ചെയ്ത് ഹോട്ടലിൻ്റെ ജീവനക്കാർ എന്നുള്ള വ്യാജേന ഹോട്ടലിൻ്റെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ആ മുറിയിൽ തന്നെ ബോംബ് ഫിറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. അത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഡബിൾ ഏജന്റ് ഇറാനെ വേട്ടയാടുകയായിരുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. അവിടെ വെച്ച് നിർണായകമായിട്ടുള്ള ഫ്രാൻസും അമേരിക്കയും അവരുടെ വിദഗ്ധരുമായിട്ടുള്ള ചർച്ചയിലാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത് എന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. മറ്റ് എടുത്തു പറയുന്ന ഇസ്രായേൽ പറയുന്നൊരു കാര്യം, ഇറാൻ യുദ്ധ കുറ്റകൃത്യങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിൽ കയറി നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ കൊന്നൊടുക്കുന്നു. മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നു, ബാലിസ്റ്റിക് മിസൈലുകൾ ഇടുന്നു. ഇസ്രായേൽ ഗാസയിൽ മറ്റും നടത്തിയ ഇത്തരം ആക്രമണങ്ങൾ മുന്നറിയിപ്പില്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ആയിരുന്നു എങ്കിൽ ഗാസയിലെ ജനസംഖ്യ ഒന്നും ഇന്ന് അവശേഷിക്കുകയില്ലായിരുന്നു. ഗാസയിലെ ജനങ്ങളെയെല്ലാം വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ ഓപ്പറേഷൻസ് നടത്തിയത്. അവരെയെല്ലാം വിവിധ സുരക്ഷിത ഇടനാഴികളിലേക്ക്, മാനുഷിക ഇടനാഴികളിലേക്ക് മാറ്റിയ ശേഷം മാത്രമാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും ജനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു പൗരന്മാർ പോലും കൊല്ലപ്പെട്ടതായിട്ട് ഇന്നുവരെ ഇറാന്റെ ഭാഗത്തു നിന്ന് പരാതി വന്നിട്ടില്ല. അതേസമയം ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ യുദ്ധ കുറ്റകൃത്യങ്ങളാണ്. ഇത്തരം യുദ്ധ കുറ്റകൃത്യങ്ങളുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആയത്തുള്ള ഖൊമേനിയുടെ അന്ത്യവും അവസാനവുമായിരിക്കും. അത് തീരുമാനിച്ച കാര്യം തന്നെയാണ്. സദ്ദാം ഹുസൈൻ്റെ അവസ്ഥ പരസ്യമായിട്ട് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത് ഒരുപക്ഷെ തൂക്കിക്കൊല്ലും എന്നുള്ള ഒരു പരസ്യ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ട്രംപ് G7 ഉച്ചകോടിയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ യുദ്ധവുമായി നടത്തിയിരിക്കുന്നു. ഇറാൻ
ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തലിന് ഞാനില്ല, ഇപ്പോൾ തൽക്കാലം വെടിനിർത്തേണ്ട ആവശ്യമില്ല എന്നാണ്. പരിപൂർണമായിട്ടുള്ള അന്ത്യം ഉണ്ടാകണം ഈ യുദ്ധത്തിൽ. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനിമേലിൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ തീവ്ര ശക്തികൾക്ക് ഭീകര ശക്തികൾക്ക് ഒരു സഹായം കൊടുക്കുകയില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കരാറുണ്ടാകണം. മാത്രമല്ല, ആണവ പദ്ധതികൾ മുഴുവൻ ഇറാൻ ഉപേക്ഷിക്കണം. ഒരു ആണവായുധമോ സമ്പുഷ്ട യുറേനിയമോ ഇറാൻ എന്ന മണ്ണിൽ ഇനി സൂക്ഷിക്കുവാൻ പാടില്ല. സമ്പൂർണമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ അന്ത്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ തൽക്കാലം വെടിനിർത്താൽ അങ്ങനെ ഒരു ചർച്ച എൻ്റെ മനസ്സിലില്ല. വെടിനിർത്താൻ ഞാൻ നേതൃത്വം കൊടുക്കുകയില്ല. മറ്റ് ഉള്ള ഒരു ചർച്ചകൾക്കും മറ്റുള്ള ഒരു വാർത്തകൾക്കും അടിസ്ഥാനമില്ല. വെടിനിർത്തൽ ചർച്ച നടക്കുകയുമില്ല, നടന്നിട്ടുമില്ല, താൻ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. യുദ്ധം അതിൻ്റെ വഴിക്ക് പോട്ടെ. ഇസ്രായേലിന്റെ ശക്തി എന്താണ് എന്ന് ടെഹ്റാനോ ഇറാനോ മനസ്സിലാക്കുന്നില്ല. ട്രംപ് പറയുന്നത് ടെഹ്റാനിൽ തന്നെ 10 ദശലക്ഷം ആളുകളുണ്ട്, 1 കോടിയോളം ആളുകൾ. ഈ 1 കോടിയോളം ആളുകളോട് താൻ മാറുവാൻ പറഞ്ഞിരിക്കുന്നു. കാരണം ജനങ്ങളെ ആരെയും ബാധിക്കാത്ത യുദ്ധമായിരിക്കണം നടത്തുന്നത്. അത് ഔദ്യോഗിക സംവിധാനങ്ങളെ തകർക്കുമ്പോഴും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ തകർക്കുമ്പോഴും സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളെ ബാധിക്കരുത്. അതുകൊണ്ടാണ് അവിടുത്തെ ഏകദേശം 10 ദശലക്ഷം 1 കോടിയോളം ആളുകളോട് ടെഹ്റാനിൽ നിന്ന് മാറുവാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഏതായാലും യുദ്ധത്തിൻ്റെ അന്തിമ യുദ്ധം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതിന് ഇറാൻ തയ്യാറാകുന്നത് വരെ ഈ യുദ്ധം തുടരും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.